കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന് മുൻപിൽ UDF-നേക്കാൾ പലപ്പോഴും പ്രതിപക്ഷമായി നിന്ന് പോരാടിയിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം തികച്ച് കേരളത്തിൽ നിന്ന് മാറുമ്പോൾ പകരമെത്തുന്ന പുതിയ ഗവർണർ പിണറായി സർക്കാരിന് ഒട്ടും ആശ്വാസം നൽകുന്ന ആളല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ആരിഫ് ഖാന് പകരം വരുന്നത് കറകളഞ്ഞ സ്വയം സേവകനും RSS പ്രചാരകനുമായ BJP നേതാവായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വിശ്വനാഥ് ആർലേക്കർ അമിത് ഷായുടെ വിശ്വസ്തനുമാണ്. 2026 കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ആർലേക്കറെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വ്യക്തമായ പ്ലാനും പദ്ധതിയും കൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവയിൽ BJP-യെ അധികാരത്തിലെത്തിച്ച നേതാക്കളിൽ പ്രധാനിയാണ് അദ്ദേഹം. 2002 BJP-ക്ക് വേണ്ടി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്നത് ആർലേക്കറുടെ ത്രസിപ്പിക്കുന്ന വിജയത്തിലൂടെയായിരുന്നു. പിന്നീട് പാർട്ടിക്ക് ഗോവയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ക്രൈസ്തവ സഭകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് രാജേന്ദ്ര ആർലേക്കർ. കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായി ഇവിടുത്തെ BJP നേതൃത്വം കൂടുതൽ അടുക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. ഇതിലൂടെ തൃശൂർ പോലുള്ള വിജയങ്ങൾ പലയിടത്തും ആവർത്തിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് RSS പശ്ചാത്തലത്തിലുള്ള ഒരു ഗവർണർ വരുന്നത്. ഗോവ നിയമസഭാ സ്പീക്കർ, വനം പരിസ്ഥിതി മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് പുതിയ ഗവർണർ. 2000 മുതൽ 2006 വരെ ഗോവ BJP-യുടെ അധ്യക്ഷൻ, 2006 മുതൽ 2009 വരെ BJP ദേശീയ നിർവാഹക സമിതി അംഗം, 2010 മുതൽ 2012 വരെ BJP വക്താവ് എന്നീ പാർട്ടി പദവികളും വഹിച്ചിട്ടുണ്ട്. സംഭവ ബഹുലമായ 5 വർഷങ്ങൾക്കൊടുവിലാണ് ഗവർണർ പദവിയിൽ നിന്നും ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നത്. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ അദ്ദേഹം പരസ്യമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. പിണറായി സർക്കാർ നടത്തിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിയമവിരുദ്ധ ഇടപെടലുകൾ, പിൻവാതിൽ നിയമനങ്ങൾ, അഴിമതി, അക്രമരാഷ്ട്രീയം, ധൂർത്ത് എന്നിവയെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. SFI-യുടെ ഗുണ്ടായിസത്തെ തെരുവിലിറങ്ങി തന്നെ നേരിടുകയുമൊക്കെ ചെയ്തതോടെ ഏറെ ജനകീയനായി മാറിയിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ പ്രതിപക്ഷത്തെ അടിച്ചിരുത്തിയ സർക്കാർ പലപ്പോഴും ഗവർണർക്ക് മുന്നിലാണ് മുട്ടുമടക്കിയത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരളവ് വരെ പിണറായിയുമായി ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നു. എന്നാൽ പുതിയ ഗവർണർ അങ്ങനെയാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളാണ് അദ്ദേഹം. കോൺഗ്രസിനെതിരെ കർശന നിലപാടാണ് അദ്ദേഹം എക്കാലവും സ്വീകരിച്ചിരുന്നത്. ഇത്തരം നിലപാടുകൾ തന്നെ അദ്ദേഹം തുടരുവാൻ പോകുന്നത് പിണറായിക്ക് വിനയായി മാറുമെന്നുറപ്പാണ്. പുതിയ ഗവർണർ വരുന്നതോടെ പിണറായിക്കും BJP-ക്കും തമ്മിൽ രഹസ്യധാരണ ഉണ്ടെന്ന പ്രചാരണം അവസാനിച്ചു തുടങ്ങും. പിണറായിക്ക് കേന്ദ്ര സർക്കാരിൽ വലിയ പിടിപാടുണ്ടായിരുന്നെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയില്ലായിരുന്നു. ചില വിഷയങ്ങളിൽ ഗവർണർ ഇടപെടുന്നതും പിന്നീട് പിന്മാറുന്നതും പതിവായിരുന്നു. അത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു ആരോപണം. ഇതാണ് BJP ബന്ധമെന്ന ആരോപണത്തിന് കാരണമായത്. വയനാട് ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടും തുക നേടിയെടുത്തുമെല്ലാം ഗവർണർ സർക്കാരിനൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. ന്യായമായത് ചെയ്യുവാൻ ആരിഫ് മുഹമ്മദ് ഖാൻ മടിച്ചില്ലെന്ന് ചുരുക്കം. പക്ഷേ എന്നും പിണറായിയെ സംശയ നിഴലിൽ നിർത്തുകയാണ് ആരിഫ് ഖാൻ ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയായിരുന്നു. താൻ പോരും ഉൾപ്പെടെയുള്ള പിണറായിയുടെ മോശം ഇമേജ് സൃഷ്ടിച്ച ഒഴിവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്താകേന്ദ്രമായി മാറുകയായിരുന്നു. എന്നാൽ ആർലേക്കറിൽ നിന്നും പിണറായി ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ഏതറ്റം വരെ പോകുന്ന ആളാണ് അദ്ദേഹം. എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കുവാൻ ശ്രമിക്കുകയുമില്ല. ഒരു ഗവർണറുടെ റോൾ എന്താണെന്ന് ശരിക്കും അറിയാവുന്ന ആൾ തന്നെയാണ് നിലവിൽ ബീഹാർ ഗവർണറായ ആർലേക്കർ. അതിനാൽ തന്നെ ആരിഫ് ഖാൻ പോകുമ്പോൾ ആശ്വാസത്തിന്റെ ദിനങ്ങളല്ല, ആശങ്കയുടെ ദിനങ്ങൾ തന്നെയാണ് പിണറായി സർക്കാരിന് ഇനിയുണ്ടാകുക.